നമസ്കാരം. ഞാനൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ പേര് രേവതി കൃഷ്ണ, വീട് വില്ലടം, തൃശ്ശൂർ ജില്ല. എൻ്റെ അമ്മയ്ക്കുണ്ടായിട്ടുള്ള ഒരനുഭവമാണ്. അമ്മയുടെ പേര് ജ്യോതി എന്നാണ്. അനുഭവം നടന്നത് ഒരു 5-6 മാസം മുമ്പേ നടന്നിട്ടുള്ള ഒരു അനുഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റിൽ ഷുഗർ കണ്ടു. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഗുരുവായൂർക്ക് പോകണം, അവിടുത്തെ പഞ്ചസാര, വെണ്ണ ഇതൊക്കെ കഴിക്കണം, ഇതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇതിലൊക്കെ ആൾക്ക് അത്യാവശ്യം ഷുഗർ ഉള്ളത് കൊണ്ട് ഇതൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഇഷ്ടമാണ് ഇതൊക്കെ കഴിക്കാൻ, പക്ഷെ ഷുഗർ ഉള്ളതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും പേടിയുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്തായാലും ആഗ്രഹിച്ച് ഗുരുവായൂർക്ക് പോയി ഭഗവാനെ നന്നായി തൊഴുത ശേഷം എന്താ പറയുക, ഇതൊക്കെ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എന്തായാലും കുഴപ്പമുണ്ടാവില്ലേ, ഭഗവാന്റെ പ്രസാദമല്ലേ എന്ന് കരുതിയിട്ട് വെണ്ണയും പഴവും പഞ്ചസാരയും മേടിച്ചു വാങ്ങി വീട്ടിൽ വന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അമ്മ കുറച്ചധികം കാലമായിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷത്തിൽ എല്ലാം കൂടി കഴിച്ചു. വെണ്ണ കഴിച്ചു, പഞ്ചസാര കഴിച്ചു, പഴം കഴിച്ചു, മൂന്നും കഴിച്ചു. ഷുഗർ ഉള്ളപ്പോൾ തന്നെ മൂന്നും ഒരുമിച്ച് നന്നായിട്ട് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞതും അമ്മയ്ക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നി. അത് മുഴുവൻ ഛർദ്ദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മുതൽ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ദേ ഇപ്പോൾ ഏകദേശം 5-6 മാസം കഴിഞ്ഞു ഈ ഇൻസിഡൻറ്റ് നടന്നിട്ട്. ഇതുവരെ ഷുഗർ ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു അനുഭവം നമുക്ക് ഗുരുവായൂർ വെച്ചുണ്ടായി. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവമാണ്. ഷുഗർ പേടിച്ചിട്ടാണ് ഇതൊന്നും കഴിക്കാതിരുന്നത്. എന്നിട്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് കഴിക്കാം, ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇത് കഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ച് പെട്ടെന്ന് ഇത് ഛർദ്ദിച്ചു. പിന്നെ അതിന് ശേഷം ഷുഗറൊക്കെ നോക്കി. ഇതുവരെ പിന്നെ ഷുഗറിൻ്റെ ഗുളികയും കഴിച്ചിട്ടില്ല, ഷുഗറും ഇല്ല, ഒന്നുമില്ല. അതാണ് ഒരു ഭഗവാന്റെ ഒരു കടാക്ഷം. ഭഗവാന്റെ ആ പ്രസാദങ്ങൾ കൊണ്ട് തന്നെ അസുഖം മാറി എന്നുള്ളതാണ്. ഇത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം.